അസ്സലാമലൈക്കും. എൻ്റെ ഒരു വസീം. ഞാൻ വന്നിട്ടുള്ളത് മതം വിട്ടുപോയവരെ പറ്റിയുള്ള ഹദീസുകളും ചരിത്രങ്ങളും വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കാണും, ചരിത്രത്തിൽ നബി അവരെ പിടിച്ചുടനെ കൊല്ലുന്നൊരു സ്വഭാവം നബിക്കില്ലായിരുന്നു. നബി ആരും മതം വിട്ടതിന് മാത്രമായിട്ട് കൊന്നിട്ടുമില്ല. നബി കൊന്നത് അവർ അതിന് കൂടെ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടാവും. ആ സെൻസിലാണ് മറ്റുള്ളവരെ നബി വെറുതെ വിടുകയും ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. സഹാബികൾ പോലും നമ്മൾ ഹദീസുകൾ കാണുന്ന പോലെയുള്ള കാര്യങ്ങൾ ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ എടുത്ത് നോക്കിയാൽ അവർ ഒറ്റടി കൊല്ലുന്ന സ്വഭാവമില്ല. അത് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അവർക്ക് സമയം കൊടുക്കും, റിപ്പൻറ്റ് ചെയ്യാൻ സമയം കൊടുക്കുകയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന് ശേഷമാണ് അവരെ കൊല്ലുന്നത്. ഹദീസുകൾ ഒരു സ്പോട്ട് ലൈറ്റ് ആണ് അല്ലേ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. നമുക്ക് കാണാം, രണ്ട് ഹദീസുകൾ കാണാം. അതിൽ നമുക്ക് വേർഡിങ്സിലെ ഡിഫറൻസ് ശ്രദ്ധിക്കാം. Narrated book number 83, hadith number 17, Sahih Bukhari. Narrated Abdullah, Allah's apostle said, the blood of Muslim who confesses that none has the right to be worshipped but Allah and that I am his apostle cannot be shed in three cases. In qisas for murder, a married person who commits illegal sexual intercourse, and the one who reverts from Islam and leaves the Muslims. ഇതാണ് ഹദീസ്. ഇവിടെ ഇവർ പറയുന്ന കാര്യം എന്താണ്? മൂന്ന് കാര്യങ്ങൾ കൊണ്ടല്ലാതെ ഒരു മുസ്ലിം മറ്റു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. അദ്ദേഹം വ്യഭിചരിച്ചാൽ, അദ്ദേഹം മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ, അദ്ദേഹം ഇസ്ലാം വിട്ടുപോവുകയും മുസ്ലിങ്ങൾക്കെതിരെ പിന്തിരിഞ്ഞ് കളഞ്ഞാലും അദ്ദേഹത്തെ കൊല്ലാമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. നമുക്ക് മറ്റൊരു വലിയ ഹദീസ് കാണാം. അത് പല ലീഗൽ ലോസും പറയുന്നൊരു ഹദീസാണ്. അതിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ വെച്ച് കാണാം. ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ബൈ Allah's apostle never killed anyone except in one of the following three situations: a person who killed somebody unjustly and was killed in qisas, a married person who committed illegal sexual intercourse, and a man who fought against Allah and his apostle and deserted Islam and became an apostate. ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു മുസ്ലിമിന് പ്രവാചകൻ മൂന്ന് കാര്യങ്ങൾ കൊണ്ടല്ലാതെ വേറൊരു മുസ്ലിമിനെ കൊന്നിട്ടില്ല. എന്തൊക്കെയാണത്? എ പേഴ്സൺ ഹു കിൽ സംബഡി അൺജസ്റ്റ്ലി, ഒരാൾ മറ്റൊരാളെ ഒരു അകാരണമായി കൊന്നാൽ. എ മാരീഡ് പേഴ്സൺ ഹു കമ്മിറ്റഡ് ഇല്ലീഗൽ സെക്ഷൽ ഇൻ്റർകോഴ്സ്, ഒരു വിവാഹം ചെയ്ത ആൾ വ്യഭിചാരം ചെയ്താൽ. എ മാൻ ഹു ഫോട്ട് അഗെയിൻസ്റ്റ് അള്ളാഹ്ക്കെതിരെ തിരിഞ്ഞു കളയും. ആൻഡ് ഹീസ് അപ്പോസൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ മോശക്കാര്യങ്ങളും ബഹുദൈവഭാരത ഫിത്ന സൃഷ്ടിക്കുകയും ചെയ്താൽ എന്നുള്ളതാണ്. ആൻഡ് ഡെസേർട്ടഡ് ഇസ്ലാം വിടുകയും ആൻഡ് ബിക്കേം ആൻ അപ്പോസ്റ്റേറ്റ്, അദ്ദേഹം ഇസ്ലാം വിടുകയും മുസ്ലിങ്ങൾക്ക് തിരിഞ്ഞു കളയുകയും ചെയ്താൽ എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ മോശം കാര്യങ്ങൾ ചെയ്യുകയും അള്ളാഹ്ക്ക് നബിക്കെതിരെ തിരിയുക എന്ന് പറഞ്ഞാൽ മോശം കാര്യം പ്രോത്സാഹിപ്പിക്കുകയും ഫിത്ന നാട്ടിലുണ്ടാക്കുകയും അർത്ഥം വരും. ഡെസേർട്ടഡ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒഴിവാക്കുകയും ആൻഡ് ബിക്കേം ആൻ അപ്പോസ്റ്റേറ്റ്, മുസ്ലിങ്ങൾക്കെതിരെ പിന്തിരിഞ്ഞു കളയുകയും ചെയ്താൽ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അവിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ ഇവിടെ നാല് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വേർഡിങ്സിൻ്റെ ഡിഫറൻസ്. പക്ഷെ ഇവിടെയൊക്കെ പറയുന്ന കേട്ടാൽ തോന്നുന്നു അവർ പിടിച്ച് ഒറ്റ കൊന്നു എന്നുള്ളത്. നമുക്കിനി ഹിസ്റ്റോറിക്കൽ അനാലിസിസ് കിടക്കാം. ഞാൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് കാരണങ്ങൾ മറ്റു പലതാണ്. അതിൽ അപ്പോസ്റ്റസികൾ കൂടിയുണ്ട് എന്നുള്ളത്. അവർ വേറെ ക്രൈംസ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഹിസ്റ്റോറിക്കൽ കോൺടെക്സ്റ്റിലും കിടക്കാം. ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് താഹ ജാബിർ അലവാനി എന്ന ആളുടെ പ്രശസ്തമായ അപ്പോസ്റ്റസി ഇൻ ഇസ്ലാം, എ ഹിസ്റ്റോറിക്കൽ ആൻഡ് സ്ക്രിപ്ചറൽ അനാലിസിസ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഇനി നമ്മൾ കാണുന്നത് പ്രവാചകൻ ചില ആൾക്കാരെ മതം വിട്ടതിന് വെറുതെ വിട്ടിട്ടുണ്ട്, കൊന്നിട്ടുമുണ്ട്. നമുക്ക് അങ്ങനത്തെ ഇൻസ്റ്റൻസുകളൊന്ന് നോക്കാം. ആദ്യത്തേത് ദോസ് ഹു അപ്പോസ്റ്റേറ്റ് ആഫ്റ്റർ പ്രോഫറ്റ്സ് നൈറ്റ് ജേർണി ആൻഡ് അസെൻഷൻ. നബി തൻ്റെ ആകാശയാത്ര കഥ പറഞ്ഞപ്പോൾ ചില ആൾക്കാർ മതം വിട്ടുപോയി, നബിയെ കളിയാക്കുകയും ചെയ്തു. പക്ഷെ നബി അവരെ ഒന്നും ചെയ്തതായിട്ട് തെളിവില്ല. അവർ വിട്ടുപോകുകയും പിന്നീട് ബദർ യുദ്ധത്തിൽ വെച്ച് അവർ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൽ ചില ആൾക്കാർ. നിങ്ങളത് വായിക്കാം. Al-Hakim relates in Al-Mustadrak that Aisha said, when the Prophet was taken on his night journey to the Aqsa Mosque, people began talking about this, and some of those who had believed in him before turned back and took the matter to Abu Bakr.
അതായത് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം, നബിയുടെ ആകാശയാത്ര വിശദീകരിച്ചു കൊടുത്തപ്പോൾ ചില ആൾക്കാർ മതം വിട്ടുപോയി. എന്നിട്ട് ഇത് അബൂബക്കറിനോട് സംസാരിക്കുകയും ചെയ്തു. Imam Ahmad relates in Al-Musnad al-Nasai in Al-Sunan al-Kubra on the authority of Ibn Abbas that the Prophet was taken on his night journey to Jerusalem, then returned on the same night and spoke to them about this journey, the distinguishing features of Jerusalem and their caravan. In response, some people said, "We do not believe what Muhammad is saying," and reverted to unbelief, after which God struck their necks with Abu Jahl. അതായത് ബദർ യുദ്ധത്തിന് അവരെ കൊന്നു കളഞ്ഞു എന്നാണ് പറയുന്നത്. യുദ്ധത്തിന് സമയത്ത് നബി അവരെ മതം വിട്ടുപോയവർക്ക് കൊന്നു കളഞ്ഞതല്ല, അവർ ബദർ യുദ്ധത്തിൽ മരിച്ചു പോയതാണ് യുദ്ധത്തിനിടയിൽ. That is, they later fought against the Prophet and Muslims alongside the polytheists in Battle of Badr, and some of them were killed. അപ്പോൾ അതാണ് സംഭവം. അവരെ നബി വെറുതെ വിടുകയും ചെയ്തത്, പിന്നെ ബദർ യുദ്ധത്തിനിടയിൽ അവർ മരിച്ചുപോയി. The second instance, those who apostatized after emigration to Abyssinia. അപ്പോൾ അത് മക്കയിൽ നിന്നുള്ളത്. ഇനി മക്കയിൽ നിന്ന് അബിസീനിയയിൽ പോയ സമയത്ത് ചില ആൾക്കാർ മതം വിട്ടുപോയിട്ടുണ്ട്. ഉബൈദ് അബ്ദുള്ള ഇബൻ ജാഷ്, Ibn Hisham's biography of Prophet states, Ibn Ishaq says, and as for Ubayd Abdullah ibn Jash, he remained in a state of confusion until he embraced Islam, after which he emigrated with the Muslims to Abyssinia, together with his wife Habiba, the daughter of Abu Sufyan, who was a Muslim. When he arrived in Abyssinia, Ubayd Abdullah left Islam and became a Christian and died there as a Christian. After embracing Christianity, Ubayd Abdullah would pass by Prophet's companions in Abyssinia and say to them, "We have seen the truth, whereas you are still trying to gain your sight." അപ്പോൾ ഇദ്ദേഹത്തെ നബി ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം മരിച്ചു. സാധാരണ മരണം, നാച്ചുറൽ മരണം മരിച്ചു പോവുക ചെയ്യുന്നത്. ഉബൈദ് അബ്ദുള്ള ബിൻ ജാഷ് നബി അബസീനിക്ക് പറഞ്ഞയക്കുകയും അദ്ദേഹം അവിടെ വെച്ച് ക്രിസ്ത്യാനിറ്റി സ്വീകരിക്കുകയും എന്നിട്ട് അവിടെ വെച്ച് മരിച്ചു പോവുകയും ചെയ്യുന്നത്. സാധാരണ മരണം, നബിയും അവർ സഹാബകളും ചെയ്തതല്ല. ഇനി അടുത്ത ആൾ സക്ര ഇബിൻ അമറാണ്. ഇദ്ദേഹത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ചരിത്രകാരന്മാരുടെ ഇടയിൽ. ചിലർ പറയുന്നത് മുസ്ലിമായിട്ടാണ് മരിച്ചതാണ്, ചിലർ പറയുന്നു ഇദ്ദേഹം ക്രിസ്ത്യാനിയായി മാറിയിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ വായിക്കാം. Al-Baladuri writes in Ansab al-Ashraf that Al-Sakran ibn Amr emigrated to Abyssinia during the second immigration that took place to the country with his wife Sauda bin Zama. It has also been said that he took part in both emigration to Abyssinia, after which he came to Makkah and died before the Hijrah, whereupon he was buried by the Messenger of God, who took Sauda bin Zama as a wife. There are some who say that Al-Sakran ibn Amr died in Abyssinia as a Muslim. അദ്ദേഹം മുസ്ലിമായി മരിച്ചു എന്നൊരു അഭിപ്രായമുണ്ട്. But others, including Abu Ubaidah Mamma, says that he came to Makkah, then returned to Abyssinia as an apostate or Christian and died there. അദ്ദേഹം അബിസീനിയയിലോട്ട് തിരിച്ചു പോയി ക്രിസ്ത്യാനിയായിട്ട് അവിടെ വെച്ച് മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. ഈ നബിക്ക് ഖുർആൻ എഴുതി കൊടുത്ത ചില ആൾക്കാരുണ്ട്. അവർ പിന്നീട് മതം വിട്ടുപോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. രണ്ടാൾക്കാർ. നമുക്ക് അവരെ പറ്റി ഒന്ന് വായിക്കാം. The scribe of Banu al-Najjar. Al-Bukhari narrates on the authority of Anas that there was a Christian man who entered Islam and recited Surah Al-Baqarah and Surah Al-Imran. This man used to record for the Prophet. However, he reverted to Christianity and would say, "All Muhammad knows is that what I have written for him." God then caused this man to die and buried him. അപ്പോൾ Al-Bukhari പറയാണ്, ബനു നജ്ജാർ എന്നൊരു സ്ക്രൈബ് ഉണ്ടായിരുന്നു, നബിക്ക് ഖുർആൻ എഴുതി കൊടുത്തിരുന്ന ഒരാൾ. അദ്ദേഹം പിന്നീട് മതം വിട്ടു പോവുകയും എന്നിട്ട് ആൾക്കാരോട് ഇങ്ങനെ പറയുകയും ചെയ്തു, ഞാൻ ഇതൊന്നും പറഞ്ഞു കൊടുത്തതൊന്നല്ലാതെ മുഹമ്മദിനൊന്നും അറിയില്ല എന്നുള്ളത്. അദ്ദേഹത്തെ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം പോളിറ്റീഷ്യൻ്റെ അടുത്ത് പോയി കൂടിയിട്ട് അദ്ദേഹം നാച്ചുറൽ മരണത്തിൽ മരിച്ചു പോവുക ചെയ്യുന്നത്. ഇനി അടുത്ത ആൾ Abdullah ibn Sa'd ibn Abishar and Qurayshi al-Amiriയാണ്. Abu Dawud narrates that on the authority of Ibn Abbas that Abdullah ibn Abishar used to record for Messenger of God. ഖുർആൻ എഴുതി കൊടുക്കുന്ന ആളായിരുന്നു എന്ന് പറയുന്നത്. However, Satan caused him to stumble and he joined up with unbelievers.
On the day when Makkah was conquered, the messenger of God gave instruction that he should be put to death. However, Usman bin Affan made a plea on his behalf, in response to which the messenger of God granted him protection. അതായത് അള്ളാ ഇബിൻ സാദ് ബിൻ അബീഷർ എന്ന് പറയുന്ന ആൾ നബിക്ക് വേണ്ടി ഖുർആൻ എഴുതാറുണ്ടായിരുന്നു. അദ്ദേഹം അതിനുശേഷം പിന്തിരിഞ്ഞു കളയും, ഖുറൈശികളൊപ്പം കൂടുകയും ചെയ്തു. മക്ക കോൺക്വസ്റ്റ് സമയത്ത് നബി അദ്ദേഹത്തെ കൊല്ലാൻ ഉത്തരവിടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു നീച്ചു നിൽക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അയാളെ കൊല്ലണ്ട. അപ്പോൾ നബി പറഞ്ഞു ഓക്കെ, അയാളെ കൊല്ലേണ്ട ആവശ്യമില്ല, നബിയും തീരുമാനിക്കുകയും ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് നബി കൊല്ലാൻ കൽപ്പിക്കപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷേ ഇവർ അപ്പോസ്റ്റസിയോട് മാത്രമല്ല കൊല്ലാൻ കൽപ്പിക്കുന്നത്, അവർ വേറെയും ക്രൈംസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം. മിക്യാസ് ബിൻ സുബാൽ ലൈത്തൽ. The reason the messenger of God ordered this man killed was that he had murdered a man from among the supporters, meaning the Ansar, who had killed his brother by accident when then returned to Quraysh as a polytheist. Al-Balawdari states, as for Mikyas bin Subal Kinani, he had a brother by the name of Hisham bin Subaba Ibn Hazan, who had become a Muslim and had taken part in the Battle of Muraisi with the Messenger of God, during which he was killed accidentally by one of the supporters, who thought that Hisham was one of the polytheists. Mikyas came to the Messenger of God, who ruled that he should receive blood money from the paternal relatives of the helper who had accidentally murdered his brother Hisham. Mikyas took the blood money and declared himself a Muslim. Thereafter, however, he assaulted the man who had killed his brother and murdered him and fled as apostate, saying, "It glorifies the soul to have spent the night in trench on one's robes spattered with the blood of treacherous." Hence the messenger of God gave orders to anyone who met with him to put him to death. അതായത് മിക്യാസ് ഇബൻ ഷുഹാബ ബിൻ ലൈത്തിൻ്റെ ബ്രദറുണ്ട്, അദ്ദേഹം മുസ്ലിമാണ്. അദ്ദേഹത്തിൻ്റെ യുദ്ധത്തിൻ്റെ ഇടയിൽ അൻസാരികളായിട്ട് ഒരാൾക്ക് അത് അറിയാതെ കൊന്നുപോകും, അത് അറിഞ്ഞുകൊണ്ട് കൊന്നത് അറിയാതെ കൊന്നുപോകും. പക്ഷേ മിക്യാസ് നബിനോട് പോയിട്ട് പറയും, എനിക്ക് ബ്ലഡ് മണി വേണം, കൊല്ലുന്നതിന് പകരം അദ്ദേഹത്തിന് വേണ്ടി പൈസ കൊടുക്കണമെന്ന് പറയുമ്പോൾ നബിയെ സമ്മതിക്കുകയാണ്. ബ്ലഡ് മണി അദ്ദേഹത്തിന് അൻസാരികളോട് കൊടുപ്പിക്കും. പക്ഷേ ആ സമയത്ത് ഇയാൾ ബ്ലഡ് മണി വാങ്ങിയിട്ട് മുസ്ലിമായിട്ട് അദ്ദേഹം കുറച്ച് പിന്നെ പോയിട്ട് ഈ ബ്ലഡ് മണി കൊടുത്ത ആളെ കൊല്ലുന്നുണ്ട്. അത് ചതിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രൈം പിന്നിട്ട് അദ്ദേഹം മതം വിട്ട് പോവുകയും ഖുറൈശികളടുത്ത് പോകുന്നുമുണ്ട്. അപ്പോൾ ഈ കാര്യം കൊണ്ടാണ്, അത് അദ്ദേഹം മതം വിട്ട് പോയി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അദ്ദേഹം ഒരാൾ കൊലപ്പെടുത്തി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചതിക്കുകയും ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊന്നുകളയാൻ ഉത്തരവിടുന്നത്. അത് നബിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ കാണാം. നബി ആരെയും അപ്പോസ്റ്റസികൾ മാത്രം വേണ്ടി കൊന്നിട്ടില്ല, അദ്ദേഹം എന്തെങ്കിലും അഡീഷണൽ ക്രൈം ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ അബ്ദുള്ള ഇബിൻ ഖത്തലിൻ്റെ ചരിത്രം വായിക്കാം. Ibn Ishaq states, Abdullah bin Qatar was a man of tribe of Banu Taym bin Ghalib, and orders were given to kill him on the day of the conquest of Makkah. As a Muslim, he had been sent out by the Messenger of God as an arms collector, and one of the supporters was sent out with him. He also had a Muslim servant with him. They stopped somewhere to camp, and Abdullah ibn Qatar instructed the messenger to slaughter. Abdullah ibn Qatar instructed the servant to slaughter a billy goat and prepare him some food. He then went to sleep. When he woke and the servant still hadn't prepared anything for him, he attacked him and killed him, then turned apostate and reverted to polytheism. അതായത് ഒരു അബ്ദുല്ല ബിൻ ഖത്തർ എന്ന് പറഞ്ഞ സഹാബ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ നബി സക്കാത്ത് കളക്ട് ചെയ്യാൻ പറഞ്ഞേക്കുക. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഭൃത്തിനെയും വിടുന്നുണ്ട്, അൻസാരിനെയും വിടുന്നുണ്ട്. അദ്ദേഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയും മറ്റ് ഭൃത്തിനോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറയുകയും ചെയ്യും. അപ്പോൾ അത് നീക്കുമ്പോൾ ഭൃത്യൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ദേഷ്യത്തിൽ ഭൃത്യനെ കൊന്നുകളയാണ്. എന്നിട്ട് അദ്ദേഹം മതം വിട്ടു പോവുകയും രക്ഷപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനാൽ നബി പറയുന്നത് അദ്ദേഹത്തെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ. അതിവിടെ പറയുന്നുണ്ട്, this man then was guilty of murder as well as apostasy was an additional offense. He was a highway robber, a thief, and someone who had behaved in an untrustworthy manner with public funds.
In addition, he went to war against the messenger of God and incited others to fight against him. അതായത് അദ്ദേഹം ഇത് മാത്രമല്ല ചെയ്തത്, അദ്ദേഹം നബിക്കെതിരെ തിരികുകയും ജനങ്ങളെ നബിക്കെതിരെ തിരിയാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇനി ഉക്കൽ ഞാൻ വായിക്കുന്നു, ഞാൻ പറയാം. ഉക്കുകൾ ട്രൈബിലത്തെ ആൾക്കാർ നബി കൊല്ലുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ നബിയുടെ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ്. അതിനുശേഷം അവർക്ക് അസുഖം പിടിപെടുകയും നബി അവരുടെ ഒട്ടകപ്പാലും മൂത്രം സേവിക്കാൻ പറയുകയും അത് ഈ ഹദീസ് പ്രകാരം അവർക്ക് ആരോഗ്യം വീണ്ടെടുത്ത് കൊടുക്കുകയും അതിനുശേഷം നബിയുടെ ആട്ടിടയന്മാരെ കൊല്ലുകയും അവരെ കണ്ണുകൾ ചുരുന്നെടുത്ത്, മറ്റു ഹദീസിൽ പറയുന്നുണ്ട് അവർ കണ്ണുകൾ ചുരുന്നെടുത്ത് അവർ വെയിലത്തിടുകയും ചെയ്തു എന്നുള്ളത്. നബി പിന്നീട് ആൾക്കാരോട് അവരെ പിടിക്കാൻ പറയുകയാണ് പോയിട്ട്. നബി എന്നിട്ട് അവരെ കൈക്കാലുകൾ വെട്ടുകയും കാരണം അവർ കണ്ണുകൾ തിരിഞ്ഞെടുത്തുകൊണ്ട് നബി അത് ചെയ്യുകയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ ഇതൊക്കെയാണ് നബി കൊല്ലാൻ കൽപ്പിക്കും കൊന്നും ചെയ്ത കാര്യങ്ങളുള്ളത്. കാരണം ഞാൻ പറയുക ഒരു അപ്പോസ്റ്റസി മാത്രമല്ല കാരണം, അവർ അഡീഷണൽ ക്രൈം ചെയ്തിട്ടുണ്ട് അതിൽ. നമുക്ക് ഈ സഹാബകളിൽ നിന്നും കാണാം. ഉമറുള്ളാഹിൻ്റെ കാലത്ത് പ്രശസ്തമായ ഇൻസിഡൻറ്റ് ഉണ്ട്, നമുക്കതൊന്ന് വായിക്കാം. Malik relates in Muwatta, Umar bin al-Khattab was approached by a man who had come from Abu Musa al-Ashari. Umar asked him what about the people and he informed him. Umar said to him, have there been any new developments? Yes. He replied, there is a man who reverted to unbelief after becoming a Muslim. And what did you do with him? Umar asked. We brought him in and replied and beheaded him. അപ്പോൾ ഒരാളെ കൊടുന്നു, അയാൾ ഇസ്ലാം വിട്ടുപോയ ആളാണ്. അപ്പോൾ ഉമർ ചോദിച്ചു, നിങ്ങൾ എന്താണ് അയാൾ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ ഉമർ ചോദിക്കുകയാണ്, വൈ ഡിഡ് യു നോട്ട് ഉമറുള്ളാഹിനെ ചോദിക്കുകയാണ്, വൈ ഡിഡ് യു നോട്ട് ഇംപ്രസൺ ഹിം ഫോർ 3 days? അവൻ എന്തുകൊണ്ട് 3 ദിവസം വെച്ചില്ല? ഉമർ ആസ്ക്ഡ്, ഗിവിംഗ് ഹിം എ ലോഫ് ഓഫ് ബ്രെഡ് ടു ഈറ്റ് എവരി ഡേ ആൻഡ് അർജിങ് ഹിം ടു റിപ്പന്റ് ഇൻ ദ ഹോപ്പ് ദാറ്റ് ഹി മേ റിട്ടേൺ ടു ഗോഡ്. അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുകയും 3 ദിവസം വെക്കുകയും അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്തുകൊണ്ട് ചെയ്തില്ല നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉമർ ആഡഡ്. പിന്നീട് ഉമറുള്ള പ്രാർത്ഥിക്കുകയാണ്, ഓ ഗോഡ്, പഠിച്ചോനെ, ഐ വാസ് നോട്ട് പ്രസൻറ്റ്, ഐ ഗേവ് നോ ഇൻസ്ട്രക്ഷൻ ഇൻ ദിസ് മാറ്റർ. എനിക്കിതിൽ യാതൊരു ഉത്തരവാദിത്തമില്ല അദ്ദേഹത്തെ കൊന്നു കളഞ്ഞതിൽ. ഐ ഡി നോട്ട് എക്സ്പ്രസ് മൈ അപ്രൂവൽ ഓൺ ന്യൂസ് ഓഫ് രജിസ്ട്രേഷൻ മീ. ഞാൻ എൻ്റെ സമ്മതത്തോടെ അത് ചെയ്തതല്ല എന്ന് പറയാണ്. അപ്പോൾ അത്രയും കണിശമായിരുന്നു അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, 3 ദിവസം വെക്കണമെന്നെല്ലാം ഉള്ളത് കണിശമായിട്ടുള്ള കാര്യമായിരുന്നു ഇസ്ലാമിൽ എന്ന് നമുക്ക് കാണാൻ കഴിയും. വേറൊരു സംഭവം വിവരിക്കുന്നുണ്ട് ഇവിടെ, അതുകൊണ്ട് വായിക്കാം. In al-Tamhid, Ibn Abdul Balbar relates a different version from the hadith saying that Umar was approached by a delegation from people of Basra who informed him that Tustur has been conquered. Umar praised God when he heard the news. Then he asked, have there been any significant developments among you? Not at all, O Commander of Faithful. They replied, except for a man who turned back from his religion and whom we killed. ബസ്ര എന്നൊരാൾക്കാർ വരികയാണ്. അവർ ഉമറുള്ളാഹിനോട് പറയണം, തുസ്തൂർ നമ്മൾ കീഴടക്കിയിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഒരാൾ മുസ്ലിം വിട്ടുപോയിട്ടുണ്ട്, അദ്ദേഹം കൊന്നു കളഞ്ഞു. അപ്പോൾ നബി ഉമറുള്ളാഹിനോട് പറയാണ്, വോ ടു യു, നിങ്ങൾക്ക് നാശം. ഉമർ എപ്പോഴും, കുഡ് യു നോട്ട് ഹാവ് കൺഫൈൻഡ് ഹിം ഫോർ 3 days? നിങ്ങൾക്ക് അവനെ 3 ദിവസം ജയിലിൽ അടിച്ചുകൂടായിരുന്നു. ആൻഡ് ത്രോൺ ഹിം സം ബ്രെഡ് എവരി ഡേ. ജയിലെടുക്കാൻ ഉദ്ദേശം എന്താ വെച്ചാൽ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കണം, എന്താണ് ഇസ്ലാം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഭക്ഷണം കൊടുത്തുവിടുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ അടുത്ത് കാണാം. ഇനി അലി റളിയല്ലാഹുവിൻ്റെ പ്രശസ്തമായ ഇൻസിഡൻറ്റ് ഉണ്ടല്ലേ, ഹദീസുകൾ പറയുന്നത് അലി റളിയല്ലാഹു കത്തിച്ച് കളയുന്ന കാര്യം, ചില അപ്പോസ്റ്റേഴ്സിനെ കത്തിച്ച് കളയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ ഫതഹുൽ ബാരിയിലൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ പുസ്തകത്തിൽ 4-5 അക്കൗണ്ട്സ് കൊടുക്കുന്നുണ്ട്. അതിൽ 3 നമുക്ക് വായിക്കാം. ഒന്നാമത്തെ ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻലി പറഞ്ഞു പോവാണ്, അലി റളിയല്ലാഹു ഒരു മതം വിട്ട ആൾക്കാരെ കത്തിച്ചു. അപ്പോൾ ഇബ്നു അബ്ബാസ് ചോദ്യം ചെയ്തു, അതിന് പറഞ്ഞു, ഞാനാണെങ്കിൽ കത്തിക്കില്ലായിരുന്നു. അപ്പോൾ അലി പറയുകയാണ് ഞാൻ ചെയ്ത് തെറ്റാണെന്ന രീതിയിൽ അത് സംസാരിക്കുകയാണ്. പക്ഷേ അതിന് മറ്റ് അക്കൗണ്ട്സ് ഉണ്ട്, നമുക്കത് വായിക്കാം.
Qatada accounts Hisham ibn Abdullah al-Dasitwa. The account is later by al-Nasa, al-Nasal Ahmad, Abu Yahya ibn Habban, al-Tabarani and al-Bahiyaki. Ibn Shaybah relates that people were worshipping idols in secret while benefiting from money given to them out of the Muslim state's treasury. Ali bought them and put them in prison. Then consulted with people as to what it should do with them. Kill them, the people said. No, he replied. Instead, I will do to them what was done to our father, whereupon he burned them with fire. ഈ നരേഷനെ വേറെ രീതിയിൽ പറയുന്നുണ്ട്. ഇത് ശരിയല്ല എന്നാണ് സ്കോളേഴ്സിൻ്റെ അഭിപ്രായം. അവരെ കത്തിച്ച് കളയാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ വീടുകൾ കത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അടുത്ത ഹദീസ് നോക്കാം. ഇതേ ആൾ പിന്നെ വേറെ സ്ഥലത്ത് പറയുകയാണ്. ഇബിൻ അബി ഷൈബ ഓൾസോ റൈറ്റ്സ്, വി വർ ഇൻഫോംഡ് ബൈ മർവാൻ ഇബിൻ മുവയ്യ ഓൺ ദ അതോറിറ്റി ഓഫ് അയ്യൂബ് ഇബൻ നുമാൻ ഹു സെഡ്, I saw Ali in the public square. A man approached him and said, the inhabitants of one of the houses were having an idol inside and they were worshipping it. Ali rose and went to the house and they brought a marble statue out to him. Then he burned the house down on top of them. അദ്ദേഹം വീട് കത്തിച്ചിട്ട് അവരതിൽ മാനിപ്പുലേറ്റ് ചെയ്തെന്ന് പറയുകയാണ്. ഇതാണ് രണ്ട് വേർഡിങ്സിലെ വ്യത്യാസം, രണ്ട് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. അത് വെച്ചാൽ വീട് കത്തിച്ചിട്ട് അവരെ കൊന്നിട്ട് പിന്നെ അവരെയും കത്തിച്ച് കളയാന്നാണ് പറയുന്നത്. കത്തിച്ച് കളഞ്ഞു എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് വേറെ ആൾക്കാരെ പറ്റിയും പറയുന്നുണ്ട്. 3 ടൈപ്പ് ഹദീസുകൾ ഒരേ കാര്യം പറയുന്നുണ്ട്. ഇൻ ദ തേർഡ് പാർട്ട് ഓഫ് ദിസ് ഹദീസ്, Abu Tahir Mukhallis relates that Ali was told that there were people at the mosque door claiming that he was their Lord. പള്ളിയിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ വന്നുകൂടി അലിയാണ് ദൈവം എന്ന് പറഞ്ഞിട്ട്. Ali summoned them and said to them, "Woe to you, നിങ്ങൾക്ക് നാശം. What are you saying? നിങ്ങൾ എന്താണ് ഈ പറഞ്ഞു കൂട്ടുന്നത്? You are our Lord, our Creator and Sources." അപ്പോൾ അവർ പറഞ്ഞു, നീയാണ് പഠിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അലിനോട് പറയാണ്, നിങ്ങളാണ് പഠിച്ചോ എന്ന് പറയാണ്. അപ്പോൾ അലി പറഞ്ഞു, "Woe to you." He repeated, "I am nothing but a human like you." അപ്പോൾ അലി പറഞ്ഞു, ഞാൻ മനുഷ്യൻ മാത്രമാണ്, ഞാൻ ഭക്ഷണം കഴിക്കുകയും ഞാൻ വെള്ളം കുടിക്കുകയും ചെയ്യുന്നു, ഞാൻ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള എന്താ വെച്ചാൽ അല്ലാഹു അവർക്ക് 3 ദിവസം സമയം കൊടുക്കുകയാണ് തിരിച്ച് ഇസ്ലാമിലോട്ട് വരണം. അവർ വരുന്നില്ല. അപ്പോൾ അലി റളിയല്ലാഹു ഒരു കുഴി കുഴിച്ചുകൊണ്ട് കത്തിച്ചിട്ട് അവരെ കൊന്നിട്ട് അതിൽ കയറുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇതിനുള്ള ഇൻസിഡൻറ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവർക്ക് സമയം കൊടുക്കുന്നുണ്ട്, റിപ്പൻറ്റ് ചെയ്യാനും സമയം കൊടുത്തിട്ടാണ് അവർ കൊന്നു കളയുന്നത്. അലി റളിയല്ലാഹു അത് ന്യായീകരിക്കുന്നില്ല, അലി റളിയല്ലാഹു സമ്മതിക്കുന്നുണ്ട് തെറ്റായി പോയി എന്നുള്ളത്. അപ്പോൾ അതാണ് ഇതിലുള്ള ഇൻസിഡൻസ്. കുറച്ചും കൂടി ഉണ്ട്, പക്ഷേ നിങ്ങൾ പുസ്തകം വായിക്കാം. അപ്പോസ്റ്റസി ഇൻ ഇസ്ലാം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട വായിച്ചു എന്നേ ഉള്ളൂ. 10 മണി നിർത്താണ്. അസ്സലാമു അലൈക്കും.